നേരും നെറിയുമില്ലാത്തവരുമായി കൂടിയാൽ അവസാനം അവരവർക്ക് കുരുക്കായി മാറും എന്നത് ഈ ഇലക്ഷനിൽ രണ്ടു പേർക്കൊരു പാഠമാണ്. ഒന്ന് നമ്മുടെ കൽപ്പറ്റ MLA ടി സിദ്ദീഖിനും മറ്റൊന്ന് തിരൂരിൽ മത്സരിക്കുന്ന നമ്മുടെ അബ്ദുറഹ്മാനും, പഴയ സ്പോർട്സ് വകുപ്പ് മന്ത്രി. രണ്ടുപേർക്കും കുരുക്കായത് ഒരു വാക്കിനും പ്രവർത്തിക്കും നേരും നെറിയുമില്ലാത്ത ചിലരുമായി കൂടിയതാണ് എന്നതാണ് സത്യം. പിന്നെ സിദ്ദീഖിനൊരു കാര്യം പറയാം, സിദ്ദീഖ് അതിൻ്റെ ഓണർഷിപ്പൊന്നും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ മന്ത്രിയെ കൊണ്ട് ആ കളങ്കിതരായ ചിലർ പലതും പറയിപ്പിച്ചു. അതുകൊണ്ടാണ് അവസാനം ഇലക്ഷൻ്റെ അവസാന മണിക്കൂറിൽ തിരൂരിൽ മെസ്സിപ്പട ഇറങ്ങി മന്ത്രിയെ ട്രോളിയത്. അത് പ്രത്യേകം ഇനിയുള്ള കാലത്തെങ്കിലും ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ശ്രുതിക്ക് വീട് വെച്ച് കൊടുത്തിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാണ് സിദ്ദീഖിന് നേരെ ആക്രമണം ഉണ്ടായത്. എന്ന് വെച്ചാൽ ശ്രുതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് ദുരന്തത്തിലെ ഏറ്റവും വേദനിക്കുന്ന ഇരകളിൽ ഒരാളാണ്. കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ സ്നേഹിച്ച വിവാഹം കഴിക്കാനിരുന്ന പയ്യനും നഷ്ടപ്പെടുന്നൊരു സ്ഥിതിവിശേഷത്തിലെത്തി. അങ്ങനെ വളരെ ദുരന്തത്തിലായ ശ്രുതിക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം വാങ്ങിച്ചിട്ട് പകരം ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് ഫിലോക്കാലിയ എന്ന് പറയുന്ന സംഘടനയാണ്. ഏതാണ് ഈ ഫിലോക്കാലിയ? നമ്മുടെ മാരിയോടെയും പെണ്ണുപിള്ളയുടെയും കൂടെ സംഘടനയാണ്. ജിജി മാരിയോ ആൻഡ് മാരിയോ. മാരിയോ ആയ സുലൈമാൻ ഇപ്പോൾ അതൊക്കെ വിട്ട് അൻസാരി സൂരി ഉസ്താദിൻ്റെ പുറകിലാണ് ജീവിക്കാൻ വേണ്ടി. ജിജി ആകട്ടെ അച്ചാറ് കച്ചവടമൊക്കെ ആയി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായി അത് കേട്ടപ്പോൾ 10-15 ലക്ഷം രൂപയുടെ നല്ലൊരു വീട് ആ കുട്ടിയുടെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ വെച്ച് കൊടുക്കാം എന്ന് ഈ ഫിലോക്കാലിയാക്കാർ പറഞ്ഞപ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് കാണും സിദ്ദീഖ്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തു. അവർ പറഞ്ഞ കാര്യം പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവസാനം ഫിലോക്കാലിയയുടെ സ്ഥിതി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കുരുങ്ങി തലയടിച്ച് പൊട്ടിച്ച് 2 സ്ഥലത്ത് ഇപ്പോൾ 2 കച്ചവടമായിട്ട് കഴിയുകയാണല്ലോ. ആ കുരുക്ക് വന്ന് വീണത് സിദ്ദീഖിൻ്റെ പുറത്താണ്. സിദ്ദീഖ് തറക്കല്ലിടലിൽ പങ്കെടുത്തതേ ഉള്ളൂ. സിദ്ദീഖ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. സിദ്ദീഖിൻ്റെ സംഘടനയല്ല ഫിലോക്കാലിയ. അതെല്ലാവർക്കും അറിയാമെങ്കിലും ഇലക്ഷനിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് സിദ്ദീഖിൻ്റെ തലയിലാണ് ചെന്ന് വീണത്. അതുപോലെ തന്നെ രസകരമായൊരു കാര്യമാണ് നമ്മുടെ ആൻറ്റോ മുതലാളിയുടെ മെസ്സിയുടെ വരവ്. മെസ്സി നേരെ മലപ്പുറത്തും കൊച്ചിയിലും വന്ന് ഫുട്ബോൾ കളിക്കുകയും എല്ലാവരെയും കാണുകയും മുഖ്യമന്ത്രിയെ കാണുന്നതുമെല്ലാം സ്വപ്നം കണ്ട് പത്രസമ്മേളനം നടത്തി. ആര്? നമ്മുടെ ആൻറ്റോ. എന്നിട്ട് ആൻറ്റോ മുതലാളിയുടെ ആവേശവും 300 കോടിയും 500 കോടിയും 400 കോടിയും എല്ലാം കേട്ട് സംസ്ഥാന സർക്കാരാകട്ടെ കൊച്ചിൻ സ്റ്റേഡിയം അടക്കമുള്ളവ അങ്ങ് ആൻറ്റോയ്ക്ക് കൊടുത്തു. കൂടാതെ മന്ത്രി ആവേശപൂർവ്വം പല പ്രസ്താവനകളും അങ്ങ് ഇറക്കി. മെസ്സി നവംബറിൽ വരുമെന്നും മെസ്സി ഏപ്രിൽ വരുമെന്നും ഒക്കെയാണ് അങ്ങോട്ട് കാച്ചി കൊടുത്തത്. ആൻറ്റോ മുതലാളി അപ്പോഴൊക്കെ കത്തിച്ചു വിടുമായിരുന്നു. അതായത് കേരളത്തിൽ വരാതെ ഇന്ത്യയിലെങ്ങാണം വന്നെന്ന് അറിഞ്ഞാൽ മെസ്സിയുടെ പണി ഞാൻ തീർത്ത് കളയുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മെസ്സി വരൻ്റെ അടുത്ത് വന്ന് മടങ്ങി. ഇവിടെങ്ങും ഒരു പുല്ലും പൂക്കാണ്ടിയും വന്നതുമില്ല. പിന്നെ സ്റ്റേഡിയത്തിലാകട്ടെ മെസ്സിക്ക് കുളിക്കാൻ വേണ്ടി ഷവറിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ലീക്കായി എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. UDF സർക്കാർ വന്നാൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ കാശ് എണ്ണേണ്ടി വരുന്നവരിൽ ഒരാൾ ആൻറ്റോ മുതലാളിയായിരിക്കും. അതുകൊണ്ട് ആൻറ്റോ മുതലാളി രണ്ടും കൽപ്പിച്ച് ഒരിടത്ത് തന്നെ അങ്ങ് നിൽക്കുകയാണ്. ആ മെസ്സി വരാത്തതിൻ്റെ പ്രശ്നം ഈ മെസ്സിയെ ആകെ TV-യിലൂടെ നമ്മളെപ്പോലെ മാത്രം കണ്ടിട്ടുള്ള അബ്ദുറഹ്മാൻ മന്ത്രിക്ക് വിനയായെന്നുള്ളതാണ്. ഞാൻ പിന്നെയും മെസ്സിയെ സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിന് പോയപ്പോൾ. അബ്ദുറഹ്മാൻ മന്ത്രി അവിടെ ഒന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മെസ്സി എല്ലാവരും കൂടെ എഴുതി അബ്ദുറഹ്മാൻ മന്ത്രിയുടെ പേര് വെച്ചു കൊടുത്തു. ഇപ്പോൾ തിരൂരിൽ അദ്ദേഹം താനൂരിൽ നിന്ന് മാറി തിരൂരിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ മുഴുവൻ ജേഴ്സി അണിയിച്ച് മെസ്സിമാരെ ഇറക്കി റോഡ് ഷോ നടത്തി. ലീഗുകാരെന്ന് പറയുമ്പോൾ പിന്നെ വിട്ടുവീഴ്ചയൊന്നുമില്ലല്ലോ. അവർ ജേഴ്സി ഇറക്കണമെങ്കിൽ ഇറക്കി എന്ത് അഭ്യാസവും കാണിക്കുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻറ്റോ മുതലാളി വെച്ച വെടിയിൽ വീണ് പോയത് പാവം അബ്ദുറഹ്മാൻ മന്ത്രിയാണ്. അപ്പോൾ ഇനി ജനപ്രതിനിധികളോട് പറയാനുള്ളത്, ഫിലോക്കാലിയെപ്പോലുള്ളവർ വെടിവെച്ചാലും ആൻറ്റോ മുതലാളിയെപ്പോലുള്ളവർ വെടിവെച്ചാലും ഏക്കും പൂക്കും ഇല്ലാതെ നിങ്ങൾ കയറി നെഞ്ചു വിരിച്ച് നിന്നു കൊടുക്കരുത്. നിങ്ങളുടെ ശരീരത്ത് കൊള്ളുമ്പോൾ ആരും കാണൂല.